ലോകകപ്പ് ഫുട്ബോളിന്റെ ലഹരിയിലാണ് ലോകം. ലോകകപ്പിന്റെ ആവേശം നോക്കൌട്ട് റൗണ്ടിലേക്ക് എത്തിയിരിക്കുമ്പോൾ ലോകകപ്പിലെ ഒരു താരത്തെ ഒന്ന് ഓർക്കുകയാണ് ഞാൻ. പോർച്ചുഗലിന്റെ ഇതിഹാസ താരം റൊണാൾഡോയുടെ ജീവിതവുമായി ബന്ധപ്പെട്ട് കേട്ടിട്ടുള്ള ഒരു കഥ പ്രിയപ്പെട്ടവർക്കായി പങ്കുവയ്ക്കുകയാണ്. റൊണാൾഡോ പോർച്ചുഗലിലെ ഒരു ഹോട്ടലിൽ താമസിക്കുകയായിരുന്നു. ഒരു ദിവസം രാവിലെ തന്റെ ഹോട്ടൽ മുറിയിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങിയ റൊണാൾഡോ പ്രായമേറിയ ഒരു മനുഷ്യൻ അവിടെ ക്ലീനിങ് ജോലി ചെയ്യുന്നതായി അദ്ദേഹത്തിന്റെ ശ്രദ്ധയിൽപ്പെട്ടു. ഇത്രയും പ്രായമായിട്ട് ഈ മനുഷ്യൻ ജോലി ചെയ്യുന്നത് കണ്ടപ്പോൾ റൊണാൾഡോയുടെ മനസ്സിൽ ഒരു വിഷമം തോന്നി. റൊണാൾഡോ ആ മനുഷ്യന്റെ അടുക്കലേക്ക് ചെന്നു. ഈ മനുഷ്യൻ സ്തബ്ധനായിപ്പോയി. അദ്ദേഹം വളരെ സന്തോഷത്തോടെ ആശ്ചര്യത്തോടെ, നമസ്കാരം സാർ, അങ്ങയെപ്പോലുള്ള ഒരു മനുഷ്യൻ ഈ ഹോട്ടൽ മുറിയിൽ താമസിച്ചു. നാളെ ഈ ഹോട്ടൽ മുറി അങ്ങ് പോയി കഴിയുമ്പോൾ ഈ ഹോട്ടൽ മുറി ക്ലീൻ ചെയ്യാൻ കഴിയുന്നത് തന്നെ എൻ്റെ വലിയ ഭാഗ്യമാണ്. റൊണാൾഡോ അയാളോട് ചോദിച്ചു, നിങ്ങൾക്ക് ഇത്രയും പ്രായമായിട്ടും എന്താ നിങ്ങൾ ഇങ്ങനെ ജോലി ചെയ്യുന്നത്? വിശ്രമിച്ചുകൂടെ? അപ്പോൾ ആ മനുഷ്യൻ പറഞ്ഞു, എനിക്കൊരു സ്വപ്നമുണ്ട്, എനിക്കൊരു മകനുണ്ട്, അവന് ഡോക്ടറാകണം. അവൻ വെള്ള കോട്ട് ധരിച്ച് സ്റ്റെതസ്കോപ്പുമായി വരുന്നത് കാണുവാൻ എനിക്ക് വലിയ ആഗ്രഹമാണ്. അവന് വേണ്ടിയാണ് ഞാൻ ഈ കഷ്ടപ്പെടുന്നത്. റൊണാൾഡോ മനുഷ്യനോട് പറഞ്ഞു, എനിക്ക് താങ്കളുടെ മകനെ ഒന്ന് വിളിച്ചു തരാമോ? താങ്കളുടെ മകന്റെ നമ്പർ തരാമോ? ഈ വയോധികൻ തന്റെ മകന്റെ നമ്പർ കൊടുക്കുന്നു. റൊണാൾഡോ ആ കുട്ടിയെ വിളിക്കുന്നു. റൊണാൾഡോ ആണെന്ന് മനസ്സിലാക്കിയ കുട്ടിക്കും വളരെ സന്തോഷം തോന്നി. ആ കുട്ടിയോട് റൊണാൾഡോ പറഞ്ഞു, നിന്റെ സ്വപ്നം സാക്ഷാത്കരിക്കുവാൻ ഞാൻ ഒപ്പം ഉണ്ടാകും. നിന്റെ സ്വപ്നം പൂവണിയുവാൻ എല്ലാവിധ പിന്തുണയും ഞാൻ നൽകും. നിന്റെ ഡോക്ടർ പഠനത്തിനുള്ള മുഴുവൻ ചെലവും ഞാൻ വഹിക്കുന്നതായിരിക്കും. അപ്പോൾ ആ കുട്ടി പറയുകയുണ്ടായി, സാർ, ഒരു കാര്യം പറഞ്ഞോട്ടെ, മതിയായ പണമില്ലാത്തതിനാൽ പഠനം പാതി വഴിയിൽ ഉപേക്ഷിച്ചു പോയ ഒത്തിരി പേരുണ്ട് ഇവിടെ. എൻ്റെ യൂണിവേഴ്സിറ്റിയിൽ തന്നെ ഒത്തിരി കുട്ടികൾ മതിയായ പണമില്ലാത്തതിനാൽ പഠനം പാതി വഴിയിൽ ഉപേക്ഷിച്ചു പോയ ഒത്തിരി പേരുണ്ട്. അവരെ കൂടി അങ്ങൊന്ന് സഹായിക്കുമോ എന്ന്. റൊണാൾഡോ മറുപടിയൊന്നും പറഞ്ഞില്ല. എന്നാൽ ഈ കുട്ടിയെ റൊണാൾഡോ സഹായിച്ചു. പിന്നീട് റൊണാൾഡോയുടെ ഏറ്റവും വലിയ ഹോബികളിലൊന്നും ഫുട്ബോൾ കഴിഞ്ഞാൽ ഒരുപക്ഷെ റൊണാൾഡോയുടെ ഏറ്റവും വലിയ പാഷൻ വില കൂടിയ വാച്ചുകൾ ശേഖരിക്കുന്നതിലായിരുന്നു. വാച്ചുകൾ ഏത് തരത്തിലുള്ളത് എവിടെ കണ്ടാലും റൊണാൾഡോ അതൊക്കെ ശേഖരിച്ചു വയ്ക്കുമായിരുന്നു. അതിന് വില എത്രയാണെന്ന് പോലും റൊണാൾഡോ ചിന്തിക്കുകയില്ലായിരുന്നു. തൻ്റെ വാച്ചുകളുടെ ശേഖരം വിൽപ്പന നടത്തി. പണമില്ലാത്തതിന്റെ പേരിൽ പാതി വഴിയിൽ പഠനം ഉപേക്ഷിച്ചു പോയ കുട്ടികളെ സഹായിക്കുവാൻ റൊണാൾഡോ തീരുമാനമെടുത്തു. പ്രിയമുള്ളവരെ, കഥയുടെ തീരുകയല്ല. വർഷങ്ങൾക്ക് ശേഷം റൊണാൾഡോയെ കാണുവാൻ ഒരു കുട്ടിയെത്തി. വെള്ളക്കോട്ട് ധരിച്ച് കഴുത്തിൽ സ്റ്റെതസ്കോപ്പ് ഇട്ട് ആ കുട്ടിയെത്തി. ആ കുട്ടി റൊണാൾഡോയ്ക്ക് മുന്നിൽ കൈകൾ കൂപ്പിക്കൊണ്ട് പറഞ്ഞു, അങ്ങാണ് എനിക്ക് ഈ കോട്ട് സമ്മാനിച്ചത്. ഈ സ്റ്റെതസ്കോപ്പ് ഇങ്ങനെ ഇടുവാനുള്ള അവസരം എനിക്ക് സമ്മാനിച്ചത് അങ്ങാണ്. അതുകൊണ്ട് അങ്ങ് എനിക്ക് തന്ന ആ വലിയ അനുഗ്രഹത്തിന് പ്രതിഫലമായി ഇന്നു മുതൽ ഞാൻ സേവന രംഗത്തേക്ക് ഇറങ്ങുകയാണ്. ഒരു രൂപ പോലും ആരോടും വാങ്ങിക്കാതെ ആതുര സേവന രംഗത്ത് ഞാൻ പ്രവർത്തിക്കും എന്ന് ആ കുട്ടി പറയുകയുണ്ടായി. പ്രിയമുള്ളവരെ, റൊണാൾഡോയുടെ നല്ല മനസ്സുകൊണ്ട് ഒരു കുട്ടിക്ക് ജീവിതമുണ്ടാകും. നമ്മുടെ നാട്ടിൽ തന്നെ എത്രയോ പേരുണ്ടാകും. ആവശ്യത്തിലേറെ സമ്പത്ത് കുമിഞ്ഞുകൂടി ബാങ്ക് ബാലൻസുകളുള്ളവർ ഒരാളെയെങ്കിലും സഹായിക്കുവാൻ അർഹതപ്പെട്ട, ആ വാക്ക് ഞാൻ പ്രത്യേകം അടിവരയിടുക, അർഹതപ്പെട്ട ഒരാളെയെങ്കിലും സഹായിക്കുവാൻ നമുക്ക് സാധിക്കുന്നെങ്കിൽ അതാകില്ലേ ഏറ്റവും വലിയ പുണ്യം. നമുക്ക് എല്ലാ സമ്പത്തും കിട്ടിയിട്ട് മറ്റുള്ളവരെ സഹായിക്കാമെന്ന് കരുതിയിരുന്നാൽ ജീവിതത്തിൽ ഒരിക്കൽ പോലും നമുക്ക് സഹായിക്കാൻ സാധിച്ചു എന്ന് വരികയില്ല. നമ്മളുടെ ഇപ്പോഴുള്ള സാധാരണമായ അവസ്ഥയിൽ നിന്ന് ഒരു ചെറിയ സഹായം ആർക്കെങ്കിലും ചെയ്യുവാൻ കഴിയുന്നെങ്കിൽ അതിനപ്പുറം എന്താണ് നമ്മുടെ ജീവിതത്തിന് ധന്യത പകരുന്നത്? പ്രിയപ്പെട്ടവരെ, നമുക്ക് ഈ ലോകകപ്പ് ഫുട്ബോളിന്റെ ആരവം ഇങ്ങനെ ഉച്ചസ്ഥായിയിലേക്ക് എത്തിക്കൊണ്ടിരിക്കുമ്പോൾ, നമ്മുടെ പ്രിയ താരങ്ങൾ കളിക്കളത്തിൽ മിന്നൽ പിണരുകൾ പായിക്കുമ്പോൾ, അവർ ഗോളുകൾ നേടുമ്പോൾ, നാം ആഹ്ലാദിക്കുമ്പോൾ, നമുക്കൊന്ന് മനസ്സിൽ തീരുമാനമെടുക്കാം,
അർഹതപ്പെട്ടവരെ സഹായിക്കുവാൻ ഞാനുണ്ടാകും. എന്നാൽ കഴിയുന്ന വിധം അർഹതപ്പെട്ടവരെ ഞാൻ സഹായിക്കും എന്ന തീരുമാനമെടുക്കാം. നന്ദി, നമസ്കാരം.